നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് വഴിക്കടവ് മുതൽ നാടുകാണി വരെ ഉള്ള ചുരം, അതിന്റെ കാഴ്ചകളാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അവിടുന്ന് തുടർന്ന് നമ്മൾ പോകുന്ന ഗൂഡല്ലൂരിൽ നിന്ന് മുതുമല വഴി ബന്ദിപ്പൂർ പോകുന്നു. ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ അല്പം പോയി കഴിയുമ്പോൾ നമ്മൾ മുതുമല ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുകയാണ്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റിലാണ് രാത്രി ബ്ലോക്ക് ചെയ്യുന്നത്. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഈ റോഡിൽ കൂടി വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. രാവിലെ 6 മുതൽ വൈകിട്ട് 9 വരെ മാത്രമേ പ്രവേശനമുള്ളൂ. നമ്മളങ്ങനെ ഗൂഡല്ലൂരിൽ നിന്ന് ബന്ദിപ്പൂരിലേക്കുള്ള ഫോറസ്റ്റ് റൂട്ടിലേക്ക് എൻ്റർ ചെയ്തു. വളരെയധികം വന്യമൃഗങ്ങളെല്ലാം കാണുന്നൊരു വഴിയാണിത്. വളരെ മനോഹരമായ വഴിയുമാണ്. വളരെ പതുക്കെ മാത്രമേ നമുക്ക് ഈ വഴിയിൽ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് ഒരു 300-400 മീറ്ററിൽ റോഡിനകത്ത് ഇങ്ങനെ ഹമ്പുകൾ കാണും. ഞങ്ങൾ അങ്ങനെ അല്പം വന്ന് ഏതാണ്ടൊരു 1.5 കിലോമീറ്റർ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഇടതുവശത്ത് വലിയൊരു കാട്ടാനയാണ്, വലിയൊരു കൊമ്പന്. വാഹനം നിർത്താൻ പാടില്ല. ഈ വഴിയിൽ വളരെ സ്ലോയിലാണ് ഡ്രൈവ് ചെയ്യാനും പാടുള്ളൂ. ഞങ്ങളിതിന് ഇടതുഭാഗത്ത് നല്ലൊരു കൊമ്പനെ കണ്ടു. പക്ഷെ വാഹനം കടന്നു പോകുന്ന യാതൊരു ഫീലും ആനയ്ക്ക് കണ്ടില്ല. ആന ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞങ്ങൾ തന്നെ പതുക്കെ ആനയെ ക്രോസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് മാനുകളെയാണ്. മുഴ ധാരാളമായിട്ട്, എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന്, 1000-10,000-ത്തിലധികം മാനുകളെ നമുക്ക് വഴിയിൽ കാണാനായിട്ട് സാധിക്കും. കൂട്ടം കൂട്ടമായിട്ടാണ് ഇവ സഞ്ചരിക്കുക. റോഡിൽ ഇടവിട്ട് ഫോറസ്റ്റ് ഗാർഡുണ്ട്. വാഹനം നിർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തിയാൽ പിഴ ഈടാക്കും. അതുപോലെ തന്നെ അല്പം കൂടി വന്നപ്പോൾ ഞങ്ങൾ വലതുഭാഗത്തായിട്ടൊരു നദി കണ്ടു. ആ നദിയിലും കാട്ടാനകളെ കണ്ടു. അല്പം വെള്ളമുണ്ടായിരുന്നു. വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ആനകൾ ഇറങ്ങിയിരിക്കുന്ന കണ്ടു. അവിടെയും ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഗാർഡ്സ്. വാഹനം നിർത്താനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നേരെ മുന്നോട്ട് പോയി. പിന്നെ മറ്റുള്ള ഫോറസ്റ്റിൽ കാണുന്ന പോലെ തന്നെ റോഡിലെല്ലാം ധാരാളം കുരങ്ങുകൾ, അതുപോലെ മയില്. പിന്നെ ഞങ്ങൾ ഈ റൂട്ടിൽ കണ്ടത് സിംഹവാലൻ കുരങ്ങാണ്. കൂടാതെ ഞങ്ങൾ ഈ യാത്രക്കിടെ ഒരു കരിങ്കുരങ്ങിനെയും കണ്ടു. പുലിയൊന്നും ഞങ്ങൾ കണ്ടില്ല ഈ വഴിക്ക്. ഒന്നാമത് പുലി ഉണ്ടെങ്കിൽ തന്നെ റോഡിലെ സൈഡിലൊന്നും കാണില്ല, മരത്തിന്റെ മുകളിലായിരിക്കും. റോഡ് സൈഡിനോട് ചേർന്നൊന്നും പകൽ സമയങ്ങളിൽ പുലികൾ വരാറില്ല. ഇവിടെ ഒരു പ്രത്യേകത, ആനകൾ റോഡിൽ വന്നാലും 2 സൈഡിലേക്കും ആനകൾക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ട് വിഷമമില്ല. നിരപ്പായ റോഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് നാടുകാണി ചുരം കയറി വരുമ്പോൾ അവിടെയുള്ളൊരു ബുദ്ധിമുട്ട്, ആന റോഡിലുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ആനയ്ക്ക് അങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ഭാഗത്ത് മലയും ഒരു ഭാഗത്ത് വളരെ കൊക്കയുമാണ്. പക്ഷെ ഇവിടെ നിരപ്പ് സ്ഥലമായതുകൊണ്ട് മൃഗങ്ങൾക്കെല്ലാം ഈസിയായിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. EV ആയിട്ടുമാണ് ഞാൻ ഈ റൂട്ടിൽ കൂടെയും സഞ്ചരിച്ചത്. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വഴിക്കടവ് തുടങ്ങുന്ന ഭാഗത്തൊരു EV ചാർജിങ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ബന്ദിപ്പൂര്, നമ്മൾ ഈ വീഡിയോ അവസാനിക്കുന്നതും ബന്ദിപ്പൂരുള്ള ഒരു റിസോർട്ടിൽ ചെന്ന് നിന്നിട്ടാണ്. അവിടെയും കൊണ്ട് ഇലക്ട്രിക് ചാർജിങ് ഉണ്ട്. വീഡിയോയുടെ അവസാനം ഞാനത് കാണിക്കുന്നുണ്ട്.
റോഡിൽ വളരെ തിരക്ക് കുറവായിരുന്നു. ഞങ്ങളിവിടെ പോയത് ഈ 2026 ജനുവരി മാസത്തിലാണ്. ഈ വഴിയിൽ ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സുകളും അവർക്കുള്ള സൗകര്യങ്ങളും അല്ലാതെ മറ്റുള്ള ബിൽഡിങ്ങുകളൊന്നും റോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. റോഡിൽ നിന്ന് തന്നെ മാറാതെ തന്നെ നമുക്ക് ധാരാളം കുരങ്ങളെ കാണും. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. അതുപോലെ വാഹനം പതുക്കെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലാസ് എല്ലാം കയറ്റിയിട്ട് ഓടിക്കണം. വാഹനത്തിനുള്ളിലേക്ക് ചാടി കയറാനായിട്ട് സാധ്യതയുണ്ട്. റോഡെല്ലാം വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ മുതുമല വഴിയാണ് ബന്ദിപ്പൂരിലേക്ക് പോകുന്നത്. ഗുണ്ടൽപേട്ട് വരെ ഉള്ള ഈ വഴി നമുക്കൊന്നിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിൽ പോകാം, അല്ലെങ്കിൽ ഗൂഡല്ലൂരിൽ നിന്ന് ഇങ്ങനെ മുതുമല വഴിക്ക്. ഈ രണ്ട് റോഡിലും രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഗതാഗത നിയന്ത്രണമാണ്. പകൽ സമയങ്ങളിൽ മാത്രമേ വാഹനം ഇവിടെ രണ്ട് റോഡിലും കടത്തിവിടുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ കുറച്ചുകൂടി ചെന്നപ്പോൾ നമ്മളങ്ങനെ മുതുമലയിലെത്തി. മുതുമലയിൽ നിന്ന് ഇവിടെ വലതുവശത്തേക്ക് പോകുന്ന റോഡാണ് മസനഗുഡി. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാം. മസനഗുഡി വരെ നമുക്ക് രണ്ട് സൈഡിലേക്ക് വാഹനം ഓടിക്കാം. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് വൺ സൈഡ് മാത്രമേ വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വലിയ കയറ്റമാണ്. മസനഗുഡിയിൽ നിന്ന് ഊട്ടിക്ക് പോകാം. ആ റോഡിൽ ഊട്ടിയിൽ നിന്ന് തിരിച്ച് മസനഗുഡിയിലേക്ക് അതുവഴി ഇറങ്ങാനായിട്ട് അനുവാദമില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് മസനഗുഡിയിലേക്കുള്ള കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മസനഗുഡിയിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസനഗുഡി പിന്നിട്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അല്പം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ തമിഴ്നാട് സ്റ്റേറ്റ് അവസാനിക്കും. മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞിട്ട് നമ്മൾ കർണാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ്. ഇവിടെ ബന്ദിപ്പൂര് പുലിയെല്ലാം ഇറങ്ങി വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കി മനുഷ്യന് ജീവാനിയെല്ലാം സംഭവിച്ചുകൊണ്ട് പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ 4 മാസമായിട്ട് ബന്ദിപ്പൂര് ജീപ്പ് സഫാരി നിർത്തിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. മുതുമലയിൽ ജീപ്പ് സഫാരി ഉണ്ട്. ബന്ദിപ്പൂരിൽ കഴിഞ്ഞ 4 മാസമായിട്ട് ജീപ്പ് സഫാരി നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ തമിഴ്നാടിന്റെ അതിർത്തി കടന്ന് കർണാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയെല്ലാം വാഹനങ്ങള് സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം അവർ പരിശോധിക്കും. വാഹനം നിർത്തി പരിശോധിക്കും.
ഇവിടെ കാണുന്നതെല്ലാം ബന്ദിപ്പൂരിലുള്ള ഫോറസ്റ്റിന്റെ കോട്ടേജുകളൊക്കെ എല്ലാം കാണുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്നാണ് ബന്ദിപ്പൂരിലെ ജീപ്പ് സഫാരി നടത്തുന്നത്. ഇപ്പോഴെല്ലാം വിജനമായിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സഫാരി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ബന്ദിപ്പൂരിന്റെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയ ഫോറസ്റ്റ് റൂട്ട് മാത്രമാണ് കാണിക്കുന്നത്. ഫോറസ്റ്റ് റൂട്ട് അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട്, ജിമ്മ റിസോർട്ട്. ആ റിസോർട്ടിലേക്കുള്ള വഴി വരെയാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ തന്നെ സ്റ്റാറ്റിക്കിൻ്റെ 2 കണ്ണുള്ള ഒരു ചാർജിങ് സ്റ്റേഷനും ഉണ്ട്. ഇതുവഴി EV ആയിട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമാണ് അവിടെ. ഫോറസ്റ്റിന്റെ ഓഫീസുകളും ഇവിടെ ബന്ദിപ്പൂരിന്റെ ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട്. നമ്മളങ്ങനെ ഈ ഫോറസ്റ്റിന്റെ അതിർത്തി കഴിയാനായിട്ട് പോവുകയാണ്. ഫോറസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളുമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെന്ന് എത്തുന്ന റിസോർട്ടിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിന് പുറകിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ജിമ്മ റിസോർട്ട്. നമ്മളങ്ങനെ റിസോർട്ടിലെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ റിസോർട്ടിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.